അൻവിറ്റ ബ്രാൻഡിലേക്ക് വന്നിരിക്കുന്ന അടിപൊളിയായിട്ട് ഒരു 3-piece സെറ്റാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻവിറ്റയിൽ നിന്നല്ല, ഏത് ബ്രാൻഡിലാണെങ്കിൽ ഈ ഒരു ബ്രിക്ക് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഫേവറേറ്റ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കളർ ടോണുകാർക്കും മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഈ ബ്രിക്കും മെറൂണും അങ്ങനത്തെ ഷെയ്ഡുകളൊക്കെ. ഇതിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് അജ്രക്കിന്റെ ഒരു പാച്ച്, ബോട്ടത്തിന്റെ സെയിം പാച്ച് തന്നെയാണ് യോക്കിന്റെ ഇവിടേക്ക് രണ്ട് സൈഡ്സിലേക്ക്. സാധാരണ നമ്മൾ എപ്പോഴും യോക്കിന്റെ മിഡിൽ പോർഷനിലേക്കല്ലേ പാച്ച് കാണുന്നത്, രണ്ട് സൈഡ് പോർഷനിലേക്കാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ യോക്കിലേക്കായിട്ട് ഈ ഒരു രണ്ട് കളേഴ്സ്, ചിക്കുവിന്റെയും അതേപോലെ തന്നെ ഒരു ബ്ലൂ കളറിന്റെ റണ്ണിങ് സ്റ്റിച്ചാണ് വരുന്നത്. അതേപോലെ തന്നെ ഷോ ബട്ടൺസും വരുന്നുണ്ട്. ഇവിടേക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാൻസി മിറേഴ്സും വരുന്നുണ്ട്. സ്ലീവിന്റെ എൻ പോർഷനിലേക്കായിട്ട് ബ്ലാക്ക് കളറിലെ ത്രെഡ്സ് വെച്ചിട്ടൊരു ഹാൻഡ് വർക്കും വരുന്നുണ്ട്, ആപ്ലിക് വർക്കും വരുന്നുണ്ട്. എൻ പോർഷനിലേക്ക് ജസ്റ്റ് ഒരു കട്ടിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനടിയിലേക്ക് യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ബോട്ടത്തിന്റെ സെയിം പാച്ച് തന്നെയാണ്. ഇത് വരുന്നത് പറഞ്ഞാൽ സ്ലിറ്റഡ് പാറ്റേണിലേക്കാട്ടോ. ബോട്ടം വരുന്ന സ്ട്രേറ്റ് കട്ട് പാറ്റേണിലേക്ക്, കുറച്ച് ലൂസ് ഫിറ്റിങ്ങിലേക്കാണ്. അപ്പോൾ ഇതിന്റെ ദുപ്പട്ട വരുന്ന സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നു. ഈ രണ്ട് കോമ്പിനേഷൻസും അതിനകത്തേക്ക് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ടോപ്പിന് വൺ സൈഡ് പോക്കറ്റും കൂടെ ഉണ്ട്. ലൈനിങ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ അൻവിറ്റ ബ്രാൻഡിന്റെ കുർത്തി സെറ്റ്സോ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ സൈസ് ചാർട്ട് നോക്കിയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. കാരണം ഇവരുടെ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാനൽ കട്ട് വരുമ്പം ഒരു മെഷർമെന്റ് ആണ്, അതേപോലെ സ്ലിറ്റഡ് വരുമ്പോൾ വേറെ മെഷർമെന്റ് ആണ്, ഇതിന്റെ എലൈൻ വരുമ്പോൾ വേറെ മെഷർമെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോയിൽ നിങ്ങളെ മടുപ്പിച്ചുകൊണ്ട് തന്നെ ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പം അല്ലെങ്കിൽ നമ്മൾ സാധാരണ മേടിക്കുന്ന മെഷർമെന്റ് വെച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഇടലിന് കറക്റ്റ് ആയിരിക്കും. വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 100% കോട്ടൺ ഫാബ്രിക്, അതിനകത്തേക്ക് വേറെ പോളിസ്റ്റർ മിക്സിങ് ഒന്നും വരുന്നില്ല. അപ്പോൾ തന്നെ വാഷ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ചുരുങ്ങും കേട്ടോ. നിങ്ങൾക്ക് ആ ഫസ്റ്റ് വാഷിന് ശേഷം നിങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഓരോന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ സൈസ് ചാർട്ട് നോക്കണം. ഞാൻ ഇതിനകത്ത് ഈ സൈസാണ് ഇട്ടേക്കുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇട്ടേക്കുന്നത് എക്സൽ സൈസാണ്. കാരണം ഇതിൻ്റെ സ്ലിറ്റ് കുറച്ച് താന്നിട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഹിപ്പ് സൈസിൻ്റെ ഇവിടെ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പിടുത്തം വരും. അതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു സൈസ് വലുതെടുക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് സൈസ് ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. സ്ഥിരമായിട്ട് എടുക്കുന്നത് നിങ്ങൾക്കത് ഓക്കെ, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് 1595 റേറ്റിലേക്കാണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങും കൂടെ ആട്ടോ.